മഹാജൂബിലിയുടെ വർഷമാണിത്. നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര ദൗത്യം പൂർത്തിയായിട്ട് 2025 വർഷങ്ങൾ പൂർത്തിയാകുന്നു. അതിനോടനുബന്ധിച്ച് ഭാഗ്യസ്മരണാർഹനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിവെച്ച മഹാജൂബിലിയുടെ ആഘോഷങ്ങൾ നമ്മൾ ഈ തീർത്ഥാടനത്തിൽ ഓർമ്മിക്കുകയാണ്. അഭിവന്യനായിട്ടുള്ള ലിയോ മാർപ്പാപ്പയായിട്ട് സ്ഥാനമേറ്റെടുത്ത ശേഷം ദൈവജനത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഫ്രാൻസിസ് മാർപ്പാപ്പ തുടങ്ങിയ വഴികളിലൂടെ തന്നെ മുന്നോട്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപാട് സമ്മർദ്ദങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ ചുറ്റും ധാരാളം വെല്ലുവിളികളുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, കാലുഷ്യമാണ്. പക്ഷെ എന്നിരുന്നിട്ട് പോലും നമ്മൾ എടുത്ത മുദ്രാവാക്യം എന്താണ്? പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകരെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാവരോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, എന്നൊക്കെയാണോ പ്രതിസന്ധികൾ നമ്മെ ഞെരുക്കുന്നത്, എന്നാണോ പ്രാതികൂലങ്ങൾ നമ്മളെ തളർത്തുന്നത്, അന്ന് നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവം നമ്മെ മറന്നിട്ടില്ല, ദൈവം നമ്മെ ഓർക്കുന്നുണ്ട്. എല്ലാ പ്രാതികൂല്യങ്ങളും, എല്ലാ പ്രതിബന്ധങ്ങളും, എല്ലാ പ്രതിസന്ധികളും ദൈവത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിന്നെ ഞാൻ മറന്നിട്ടില്ല, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എൻ്റെ സ്വന്തമാണ്, നീ എൻ്റെ വഴിയിലൂടെ വിശ്വസ്തയോടും വിശുദ്ധിയോടും കൂടെ യാത്ര ചെയ്യുക. കോതമംഗലം രൂപതയിൽ നിന്ന് ഇടുക്കി രൂപത തിരിഞ്ഞിട്ട് അധികം കൊല്ലങ്ങളൊന്നും ആയിട്ടില്ല. എറണാകുളം അതിരൂപതയിൽ നിന്നാണ് കോതമംഗലം തിരിയുന്നത്. കോതമംഗലത്ത് നിന്നാണ് ഇടുക്കി തിരിയുന്നത്. ഞാനിങ്ങനെ ഇടുക്കിയുടെ ചരിത്രം ഇങ്ങനെ ഒന്ന് പരിശോധിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഈ രാജകുമാരിയെ കുറിച്ചൊക്കെ ഒന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു. അഗസ്റ്റിൻ കണ്ടത്തിൽ മെത്രാപ്പോലീത്തായുടെ നിർദ്ദേശപ്രകാരം 1955 ഡിസംബർ മാസം 25 ഈ വനപ്രദേശത്തേക്ക് ചങ്കൂറ്റത്തോടുകൂടെ ഭൂമിയിൽ പണിയെടുത്താല് തമ്പുരാൻ പ്രതിഫലം തരുമെന്നുള്ള ഉറച്ച ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ കുടിയേറിയ മക്കളുടെ തലമുറകളാണ് നിങ്ങൾ. അവരിവിടെ കുടിയേറിയപ്പോൾ ഇവിടെ കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും ഒക്കെ വിരാജിച്ചിരുന്നൊരു സ്ഥലമാണിത്. ഞാനിന്ന് ഈ അൾത്താരയിലെ നിങ്ങളുടെ തീർത്ഥാടനത്തിൻ്റെ സങ്കടങ്ങളും സംഘർഷങ്ങളൊക്കെ ഓർമ്മിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ കടന്നുപോയ പൂർവപിതാക്കന്മാരെ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒന്നുമില്ലാത്ത ഈ നാട്ടിലെ ജീവിതം പുലർത്താനുള്ള മനസ്സിൻ്റെ മോഹം കൊണ്ട് വീട് വിട്ടവരെ, നാട് വിട്ടവരെ ചങ്കുറ്റത്തോടുകൂടെ കുടിയേറിയവരെ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ രൂപതകളിലെ
പ്രതിസന്ധികളുടെ നടുവില് ജീവിതത്തെ പടുത്തുയർത്താൻ തമ്പുരാന്റെ കരത്തോട് കരം ചേർത്തവരാണ് നിങ്ങൾ കുടിയേറ്റക്കാരെ. നിങ്ങള് തമ്പുരാനോട് സഹകരിച്ചവരാണ്. തമ്പുരാൻ നിങ്ങൾ ഒരിക്കലും കൈവിടുകയില്ല. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ രാജകുമാരി എന്നുള്ള പേര് എങ്ങനെയാ കിട്ടിയത്? ഇത്ര മനോഹരമായിട്ടുള്ളൊരു പേരാ. സത്യം പറഞ്ഞാല് നമുക്ക് പോലും ഈ പേര് കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്ന സൗന്ദര്യമുള്ളൊരു പേരാ രാജകുമാരി. ഈ രാജകുമാരി എന്നുള്ള പേര് അന്ന് കുടിയേറിയ പാവപ്പെട്ട മനുഷ്യര് ഇതിനെ കണ്ടെത്തിയത് ദൈവനിയോഗമാണ്. ഇത് രാജാവിൻ്റെ കുമാരിയാണ്. പരിശുദ്ധ അമ്മയുടെ നാടാണ് രാജകുമാരി. ദൈവത്തിൻ്റെ സ്വന്തം അമ്മയായ ദ ക്യൂൻ ഓഫ് ഹെവൻ, സ്വർഗത്തിൻ്റെ രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ നാടാണ് ഇത്. ഈ പ്രദേശത്തെ പടുത്തുയർത്താനായിട്ട് രൂപതയായതിനു ശേഷം അധ്വാനിച്ച ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ ഞാൻ സ്നേഹത്തോടുകൂടെ ഒരുപാട് ആദരവോടുകൂടെ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെയുള്ളത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതിൽ നിന്ന് ഒരു പുതിയ ചുവടുവെപ്പ് അദ്ദേഹം പരിശ്രമിച്ചു. അദ്ദേഹം കടന്നുപോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമുക്ക് ചുറ്റും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുൻപിൽ അതുപോലെ തന്നെ അന്ന് കഷ്ടപ്പെട്ട് വീരമൃത്യു വരിച്ച ഇവിടുത്തെ ആദ്യത്തെ മിഷണറി വൈദികരായിട്ടുള്ള എല്ലാവരുടെയും ഓർമ്മയ്ക്ക് മുൻപിൽ സിറോ മലബാർ സഭ തൊഴുകയോടുകൂടെ ആദരാഞ്ജലികൾ, സ്മരണാഞ്ജലികൾ അർപ്പിക്കുകയാണ്. രാജകുമാരിയിലെ 5 വർഷമായിട്ട് നടക്കുന്ന ഈ തീർത്ഥാടന പദയാത്ര, അത് ഓരോ വർഷം ചെല്ലുന്തോറും ആളുകളുടെ പ്രാതിനിധ്യം കൊണ്ടും ആളുകളുടെ സഹകരണം കൊണ്ടും വർദ്ധിച്ചു വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അടിമാലിയിൽ നിന്ന് ഇങ്ങോട്ട് 40-ൽ കൂടുതൽ കിലോമീറ്ററുകൾ ഉണ്ട്. അത് നടന്നു കയറാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ഇഷ്ടമുണ്ട്. അത് നടന്നു കയറുമ്പോൾ നിങ്ങളുടെ ചുവടുവെപ്പുകളിലെ ഒരു താളക്രമമുണ്ട്. അത് നിങ്ങളുടെ കാരണവന്മാരുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സങ്കീർത്തനത്തിൻ്റെ താളക്രമമാണ്. നിങ്ങളുടെ കാരണവന്മാര് ഇവിടെ ജീവിക്കാൻ വേണ്ടി കടന്നു വന്നവരാണ്. ഇവിടെ ജീവിതം അവർക്ക് അനുകൂലമാകാൻ അവർ നടത്തിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടത്തിൽ ഇവിടെ മൺമറഞ്ഞു പോയ ധാരാളം മനുഷ്യരുണ്ട്. പക്ഷേ അവര് ഈ നാട്ടില് ചുവടുറപ്പിച്ചപ്പോൾ അവരാഗ്രഹിച്ച ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ ഞങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾക്ക് പള്ളികൾ വേണം. അങ്ങനെ ഇവിടുത്തെ കുടിയേറ്റക്കാരുടെ ആഗ്രഹങ്ങള് ആദ്യം എറണാകുളം അതിരൂപതയിൽ നിന്നും പിന്നീട് കോതമംഗലം രൂപതയിൽ നിന്നും നിർവഹിച്ച് നമുക്ക് നൽകുകയുണ്ടായി. ഞാൻ ഈ ഓർമ്മപ്പെടുത്തലുകൾ നിങ്ങളോട് ചെയ്യുന്നത് വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം എന്ന് പറയുന്നത് ഓർമ്മകളുടെ കൊണ്ടാട്ടമാണ്. ദ സെലിബ്രേഷൻ ഓഫ് ദ മെമ്മറീസ്. അപ്പമെടുത്ത് മുറിച്ച്
ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് വാങ്ങി ഭക്ഷിക്കുവനെന്ന് കർത്താവ് അരുൾ ചെയ്തു. അവരെല്ലാം ഭക്ഷിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവർക്ക് കൊടുത്തൊരു കൽപ്പനയുണ്ട്. നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിലെ ഏറ്റവും ഗൗരവമായിട്ടുള്ള പാപം എന്ന് പറയുന്നത് അൾഷൈമറാണ്, ഓർമ്മക്കുറവ്. ഞാൻ കടന്നു വന്ന വഴികള്, എൻ്റെ കാരണവന്മാരെ നടന്നു നീങ്ങിയ കഷ്ടപ്പാടുകള് എല്ലാം എനിക്ക് അനുകൂലമാകുമ്പോൾ ഞാനത് മറക്കാൻ പിശാച് പ്രലോഭിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ കാരണവന്മാരെ നടത്തിയ പോരാട്ടത്തിൻ്റെ, അവർ നടത്തിയ കഠിനാധ്വാനത്തിൻ്റെ ഒരു തിരിശേഷിപ്പാണ് ഈ തീർത്ഥാടന പദയാത്ര. ഈ തീർത്ഥാടന പദയാത്രയുടെ പിറകില് അവരുടെ ഓർമ്മകളാണ്. അവര് നടന്നു നീങ്ങിയ ഒരു ബസ്സില്ലാത്ത വഴി, ഒരു വാഹനം വരാത്ത വഴി, ഒരു ടൂ വീലർ പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തില് കിലോമീറ്ററുകൾ താണ്ടാൻ അവര് കാണിച്ച ഒരു ത്യാഗസന്നദ്ധതയുണ്ട്. ആ ത്യാഗസന്നദ്ധതയുടെ ഒരു മനോഹരമായിട്ടുള്ള തുടർച്ചയാണ് നിങ്ങളുടെ ഈ പദയാത്ര. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം മംഗളവാർത്ത സ്വീകരിച്ച മറിയത്തിൻ്റെ ഓർമ്മകളാണ്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എന്നിൽ സംഭവിക്കട്ടെ. മാലാഖ മറിയത്തോട് ഒരു കാര്യം മംഗളവാർത്തയുടെ കൂട്ടത്തിൽ അറിയിച്ചു. നിനക്കൊരു അടയാളമായിട്ട് ഞാൻ പറയുന്നു, നിന്റെ ഇളയമ്മയായ എലീശബ ഗർഭവതിയാണ്. അവള് ഗർഭവതിയാണ്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം എന്തു ചെയ്തു എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മംഗളവാർത്ത സ്വീകരിച്ച മറിയം ചെയ്തത് എന്താണെന്നറിയാമോ? അവൾ തിടുക്കത്തിൽ, എത്ര മനോഹരമാണ് ആ വാക്ക്, തിടുക്കത്തിൽ. മേരി ഇൻ ഹേസ്റ്റ്, എത്ര മനോഹരമാണ് പ്രയോഗം. ഞാൻ ഈ ഹേസ്റ്റ് എന്ന പദത്തിന് ഒരു വ്യാഖ്യാനം കണ്ടെത്താനായിട്ട് പല കമൻട്രികൾ ഇങ്ങനെ പരിശോധിച്ചപ്പോഴും ഒരു കമൻട്രി നൽകിയ ഒരു വ്യാഖ്യാനം എൻ്റെ മനസ്സിനെ വല്ലാണ്ട് സ്പർശിച്ചു. ചോദ്യക്കടലാസിൽ ഉത്തരം മുഴുവൻ എനിക്കറിയാം, പക്ഷെ എഴുതാൻ തിട്ടപ്പെടുത്തിയ സമയം പോരാണ്ട് വരുമ്പോൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുന്ന ഒരു കുട്ടി പേന കൊണ്ടും കടലാസ് കൊണ്ടും നടത്തുന്ന ഒരു മഹായുദ്ധമുണ്ട്. ആ യുദ്ധത്തിന്റെ പേരാണ് തിടുക്കം. തിടുക്കമുള്ള മറിയം. എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, ഈ തിടുക്കക്കുറവിൻ്റെ വലിയ പരാജയങ്ങള് നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട്. എല്ലാം കിട്ടിക്കഴിഞ്ഞു, എല്ലാ ആവശ്യത്തിനുണ്ട്, ഇനി ഒന്നും വേണ്ട, മിണ്ടാതിരിക്കുക. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, നമ്മുടെ സിറോ മലബാർ സഭയുടെ, സുറിയാനി സഭയുടെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് കൊത്താനും കിളയ്ക്കാനും നടാനും കൊയ്യാനും ഇന്ന് ആളുകളെ കിട്ടാനില്ല. കല്യാണ വേദികളില് ചെറുക്കൻ്റെ ജോലി എന്താ? കൃഷിയാണെന്ന് പറയുമ്പോൾ എന്നാ ഞങ്ങൾ പോട്ടെ കേട്ടാ, ഞങ്ങൾ പിന്നെ ആലോചിച്ചിട്ട് പറയാൻ കേട്ടാ. അധ്വാനിക്കാതെ ലോട്ടറി കിട്ടണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യന്റെ ഒരു ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മംഗളവാർത്ത സ്വീകരിച്ച മറിയം തിടുക്കത്തിൽ ഒരു തിടുക്കമുള്ള സഭ. എനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ഞാൻ ചെയ്തതൊന്നും പോരാ, ഞാൻ ചെയ്തത്
ഞാൻ ചെയ്യേണ്ടതിൻ്റെ പാസ് മാർക്കിന് പോലും പോരെന്നുള്ളൊരു ചിന്ത. ഞാൻ വൈദിക പരിശീലനത്തിൽ കുറച്ചു കാലം ഇടപെട്ടത് കൊണ്ട് പറയുകയാണ്, നമ്മളുടെ പുതുതായിട്ട് വരുന്ന അച്ഛന്മാർ, ഞാൻ അവരെ ഒന്നും മോശക്കാരായിട്ട് പറയുന്നതല്ല, പുതുതായിട്ട് വരുന്ന സമർപ്പിതരെ, അവരുടെയൊക്കെ ചിന്ത എന്താണ്? ഏറ്റവും കുറച്ച് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധിക്കുമോ? ഏറ്റവും കുറച്ച് പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ കഴിയുമോ? അധ്വാനിക്കാതെ കഷ്ടപ്പെടാതെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ഒരുപക്ഷെ ഈ തീർത്ഥാടനത്തിൻ്റെ വേളയിൽ നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ നടന്നപ്പോൾ നിങ്ങൾ അവശ്യരായിരുന്നു, പലയിടത്തും നിങ്ങൾ ഇരുന്നു, നിങ്ങൾ പലപ്പോഴും പലരുടെ മുൻപിലും വെള്ളത്തിന് വേണ്ടി കൈ നീട്ടിയിട്ടുണ്ട്, നിങ്ങൾ തണൽ നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ കാരണവന്മാർ കടന്നുപോയ വഴികൾ, എൻ്റെ കർത്താവ് കടന്നുപോയ വഴികൾ, തിടുക്കമുള്ളൊരു മറിയം. നമുക്ക് മലമ്പ്രദേശങ്ങളെ സമതലങ്ങളാക്കാനുള്ള പ്രവണതകൾ കുറയ്ക്കണം. ഇന്ന് നമ്മൾ മിഷനുകളൊക്കെ വന്നു, ഇന്നെല്ലാം തന്നെ വെട്ടിപ്പൊളിച്ച് സമതലങ്ങളാക്കാനുള്ളൊരു പ്രവണത സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സമതലങ്ങളാകണം. ഇന്ന് കാൽവരികളില്ലാത്ത സ്വർഗരാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാനാണ് മനുഷ്യർക്ക് കൂടുതൽ ഇഷ്ടം. കാൽവരി ഇല്ലാതെ സ്വർഗരാജ്യം ഉണ്ടാകണമെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ 3 പ്രാവശ്യം വീണപ്പോഴ് അവനെ സഹായിക്കാനായിട്ട് പട്ടാളക്കാര് മുന്നിൽ നോക്കിയപ്പോ ഒരു പാവപ്പെട്ട ശമയോനെ കണ്ടെത്തി, അവനെ ബലം പ്രയോഗിച്ചതാ. ആ ശമയോനാണ് ഇന്ന് കുരിശിന്റെ വഴിയിലെ 5ാമത്തെ സ്ഥലത്തെ കഥാപാത്രം. കർത്താവിന്റെ കുരിശ് ചുമക്കാൻ വിളിക്കപ്പെട്ട കെവ്രിയൻകാരനായ ശമയോൻ. ആ ശമയോൻ ഇന്ന് നമ്മുടെ സമൂഹങ്ങളില് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം സ്വന്തം കാര്യം നോക്കുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ഈ ഡിജിറ്റൽ ലോകം വന്നപ്പോൾ, ടെലിവിഷനും ടെലഫോണും കമ്പിയില്ല കമ്പിയൊക്കെ വന്നപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സഹോദരങ്ങള് ഒരു ഡിജിറ്റൽ ബന്ധങ്ങളിലേക്ക് പോകുകയാണ്. അപ്പനും മക്കളും തമ്മിൽ ഫോണിൽ സംസാരിക്കുന്നു, സഹോദരങ്ങൾ തമ്മിൽ ഇമെയിലുകൾ അയക്കുന്നു. ഞാൻ ഈ വക വികസനങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന ഒരു അപജയമുണ്ട്. ആ അപജയം എന്താണ്? നേരിട്ട് കാണേണ്ടവരെ പലപ്പോഴും ഫോണിലൂടെ കാണുന്നു, വീഡിയോയിലൂടെ കേൾക്കുന്നു. മറിയം തിടുക്കത്തിൽ യാത്ര ചെയ്തു. മറിയം യാത്ര ചെയ്തു മലമ്പ്രദേശങ്ങളിലൂടെയാ. മറിയം പോയത് എലിസബത്തിന്റെ വീട്ടിലേക്കാ. എലിസബത്ത് ക്ഷണക്കത്ത് അയച്ചിട്ട് പോയതല്ല. മാലാഖയിൽ നിന്ന് മറിയം കേട്ടു, എൻ്റെ ഇളയമ്മയായ എലിസബത്ത് വാർദ്ധക്യത്തിലെ ഗർഭവതിയാണെന്ന്. ഇളയമ്മയെ ശുശ്രൂഷിക്കാൻ സ്നാപക യോഹന്നാന്റെ ജനനം വരെ ഇളയമ്മയ്ക്ക് കൂട്ടിരുന്ന ഒരു മറിയമുണ്ട്. ആ മറിയം നടന്ന വഴികളാണ് മലമ്പ്രദേശങ്ങളിലൂടെയുള്ള തീർത്ഥാടനം, കഷ്ടപ്പാടുകളുടെ ലോകത്തിലേക്കുള്ള ഒരു തീർത്ഥാടനം. ആ തീർത്ഥാടനം ഞാനും നിങ്ങളും ഈ സമൂഹത്തിലെ തുടരണമെന്നാണ് ഞാൻ നിങ്ങളോട് പറയുക. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനപ്പെരുന്നാള് ഓർമ്മിക്കുകയാണ് നമ്മൾ. സെപ്റ്റംബർ 8 നമ്മൾ ഒരുങ്ങുന്നത്. സഭയുടെ ചരിത്രത്തിലെ
3 പേരുടെ ജന്മത്തിരുന്നാളുകളെ ആഘോഷിക്കാറുള്ളൂ. മരണത്തിരുന്നാളുകളാണ് സഭ ആഘോഷിക്കാറ്. പക്ഷെ 3 പേരുടെ ജനനത്തിരുന്നാൾ സഭ ആഘോഷിക്കുന്നുണ്ട്. കുട്ടികളോട് ഞാൻ ചോദിച്ചാൽ അവർ ഉത്തരം പറയുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ സമ്മതിക്കാതിരിക്കുക. കുട്ടികളുടെ മുഖത്ത് നോക്കുമ്പോൾ ഒക്കെ ഉത്തരം പറയാൻ തയ്യാറായിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ആദ്യത്തെ ജന്മപ്പെരുന്നാള് എന്താ? ഞാൻ ഒരു ക്ലൂ തരാം. നക്ഷത്രം. യേശുവിന്റെ തിരുജനനം. യേശുവിന്റെ തിരുജനനം. രണ്ടാമത്തെ ജനനത്തിരുന്നാള് പാപമില്ലാതെ ജനിച്ച ഒരാള് ഉണ്ട്. അതാരാണ്? സ്നാപകയോഹന്നാൻ. ഇവിടുത്തെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് പരീക്ഷ ഒന്നും വേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സ്നാപകയോഹന്നാൻ. മൂന്നാമത്തെ ജന്മത്തിരുന്നാള് സഭ ആഘോഷിക്കുന്ന ആരുടേതാണ്? പരിശുദ്ധ അമ്മയുടെ. 3 ജനനത്തിരുന്നാളുകളാണ് സഭയുടെ ചരിത്രത്തിൽ ആഘോഷിക്കാറുള്ളൂ. അതിലെ അമ്മയുടെ ജന്മത്തിരുന്നാള് നമ്മുടെ പാരമ്പര്യത്തിൽ 8 നോമ്പാണ്. നമ്മുടെ കാരണവന്മാര്, ഞാനിതേ കുറിച്ചിട്ട് ഒരു പരിശോധന നടത്തിയായിരുന്നു. 8 നോമ്പ് ആചരിച്ചുകൊണ്ട് മറിയത്തിന്റെ ജന്മത്തിരുന്നാൾ നടത്തുന്ന ഏക സഭ സിറോ മലബാർ അല്ലെങ്കിൽ മർത്തോമ ക്രിസ്ത്യാനികളാണ്. നമ്മുടെ സഭയാണ്. നമ്മുടെ പള്ളികളിൽ പകുതിയിൽ കൂടുതൽ പള്ളികളും മാതാവിൻ്റെ പള്ളികളാണ്. മാതാവിനോട് അമിതമായ അടുപ്പമുള്ള ഒരു സഭ. ഞാൻ നിങ്ങളോട് ഈ ജന്മത്തിരുന്നാളിലെ നിങ്ങൾക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകൾ പറയുമ്പോൾ ഞാൻ വെറുതെ നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മാത്രം ഓർക്കുകയാണ്. മാലാഖ മറിയത്തോട് പറഞ്ഞ വാക്കുകൾ മാത്രം ഒന്ന് ധ്യാനിച്ചു നോക്കിയേ. നന്മ നിറഞ്ഞവളെ നിനക്ക്. അത് നമ്മുടെ മുൻപിലെ ഒരു ചോദ്യമാണ്. ഞാൻ നന്മ നിറഞ്ഞവനാണോ? ഞാൻ നന്മ നിറഞ്ഞവളാണോ? എന്തുകൊണ്ടാണ് അവൾ നന്മ നിറഞ്ഞവളായത്? രണ്ടാമത്തെ വാക്കത് പറയും. കർത്താവ് ഉള്ളവരാണ് ക്രിസ്ത്യാനികള്. കർത്താവില്ലാത്തവർക്ക് ക്രൈസ്തവ പേര് മാത്രമേ ഉള്ളൂ. അവർക്ക് ക്രൈസ്തവ സാക്ഷ്യമില്ല. നന്മ നിറഞ്ഞവളെ നിനക്ക് സ്തുതി. കർത്താവ് നിന്നോട് കൂടെ. ഈ ലോകത്തിലെ ഒരു ക്രിസ്ത്യാനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഓണം ബമ്പറല്ല, കർത്താവ് നിന്നോട് കൂടെയാണ്. നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. കാരണം എന്താണ്? കർത്താവ് നിന്നോട് കൂടെ. സ്നേഹമുള്ളവരെ, ഇവിടെ നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ് മറിയത്തിലേക്ക് വന്നത് പരിശുദ്ധാത്മാവ് വഴിയായിട്ടാണ്. നമ്മുടെ കുർബാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ ശരീരവും രക്തവുമായി. പക്ഷെ 2 പേജ് മറിച്ചു കഴിയുമ്പോൾ നമ്മൾ വീണ്ടും പറയുന്നുണ്ട്, കർത്താവായ ദൈവമേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരവും രക്തവും ആയെങ്കില് പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവ്? ക്രിസ്മസ് പൂർത്തിയാകുന്നത് പന്തക്കുസ്തായിലാണ്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നമ്മൾ മറക്കാതെ ഓർക്കേണ്ട ഒരു വലിയ സത്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള ജീവിതമാണ് ക്രൈസ്തവ സാക്ഷ്യം. ഇന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകാരെ പരിശുദ്ധാത്മാവിനെ മൊത്തമായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്.
പരിശുദ്ധാത്മാവിനെ മൊത്തമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുക. അല്ല മക്കളെ, എല്ലാവർക്കും ഞാൻ പട്ടം കൊടുക്കുന്ന കർമ്മങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുക നിങ്ങളോട്. പട്ടം കൊടുക്കുന്ന കർമ്മത്തിലെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് മുൻപായിട്ട് അഭിമന്യ പിതാവ് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഗായക സംഘത്തോടൊപ്പം പാടുന്നൊരു പാട്ടുണ്ട്. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. കർത്താവിന്റെ ആത്മാവ് എഴുന്നള്ളി വരുമ്പോഴാണ് ഷമ്മാശൻ ആരായിട്ട് മാറുന്നത്? വൈദികനായിട്ട് മാറുന്നത്. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അതുകൊണ്ട് തന്നെ മറിയത്തിൻ്റെ ജനന തിരുനാൾ കൊണ്ടാടുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിനോടുള്ള സംസർഗമാണ് മറിയത്തിൻ്റെ ജീവിതത്തിൽ യേശുവിനെ ഗർഭം ധരിക്കാൻ കാരണമായത്. പരിശുദ്ധാത്മാവിൻ്റെ സംസർഗമാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹമുണ്ട്, മറിയത്തിന് സംഭവിച്ചത് നമുക്ക് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ സാക്ഷ്യമായിട്ട് മാറുന്നത്. നമ്മുടെ ക്രൈസ്തവ ജീവിതം ക്രൈസ്തവ സാക്ഷ്യമായിട്ട് മാറുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവില് ഞാനും നിങ്ങളും പ്രവർത്തിക്കുമ്പോഴാണ്. മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തോടെ യാത്ര ചെയ്തു. അവൾ എത്ര മാസത്തോളം എലിസബത്തിന്റെ കൂടെ താമസിച്ചു? 6-ാം മാസമാണ് അവൾക്ക് അറിയിപ്പ് കിട്ടുന്നത്. 3 മാസം എലിസബത്തിന്റെ കൂടെ താമസിച്ചു. സ്ത്രീകളാണ് എന്നോട് ഉത്തരം പറയേണ്ടത്. ആ 3 മാസം കൂടുമ്പോ എന്താ സംഭവിക്കുക? സ്നാപകന്റെ ജനനം. സ്നാപകന്റെ ജനനം വരെ അവൾ എലിസബത്തിന്റെ കൂടെ താമസിച്ചു. എന്നെ കേൾക്കുന്ന എൻ്റെ വാത്സല്യമുള്ള എല്ലാ മക്കളോടും എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ജനനമുണ്ടാകണം. നമ്മുടെ ജീവിതത്തിൽ ജനനമുണ്ടാകണം. ജനനമുണ്ടാകണം. ഇന്ന് ആർക്കും സ്ഥലം വേണ്ട. കാരണം സ്ഥലത്ത് കൊത്തിക്കളയ്ക്കാൻ ആളില്ല, ആളുകളെ കിട്ടാനില്ല. നമുക്ക് നമ്മുടെ ജനസംഖ്യ നമ്മിൽ ഉളവാക്കുന്ന ഒരു വലിയ പേടിയുണ്ട്. ജനസംഖ്യ നിരക്കില് നമ്മുടെ സമുദായം വളരെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, നമ്മൾ തന്നെയാണ് ഒരു വിധത്തിലെ ജനന നിയന്ത്രണം നടപ്പാക്കുന്നതിലെ ആളുകളെ പ്രലോഭിപ്പിച്ചത്. പറ്റാവുന്നിടത്തോളം മതിയിട്ടാ, അതിൽ കൂടുതലൊന്നും വേണ്ട. ഏറിയാൽ ഒരാണ്, പിന്നൊരു പെണ്ണ്, കണക്ക് തെറ്റ 3. അല്ല, നിങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ മണൽത്തരി പോലെ വർദ്ധിക്കുക എന്ന് പറഞ്ഞ കർത്താവ് ഈ ജനനത്തിരുനാളിലെ നമ്മുടെ മുൻപിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. മലമ്പ്രദേശങ്ങൾ ചവിട്ടിക്കയറുമ്പോൾ നമുക്ക് വരുന്നൊരു സമൃദ്ധിയുണ്ട്. ആ സമൃദ്ധി കാശും പുത്തനും മാത്രമൊന്നുമല്ല, ആ സമൃദ്ധി നമ്മുടെ മക്കളുടെ എണ്ണത്തിലുള്ള വർധനവിലും കൂടിയുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ എന്ന് കർത്താവ് പറഞ്ഞു, ഭൂമിയിലെ മണൽത്തരി പോലെ എന്ന് കർത്താവ് പറഞ്ഞു. ഈ പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിൽ ഞാൻ നിങ്ങളോട് പറയും, ഈ ഓർമ്മപ്പെടുത്തലിന്റെ പിറകിലെ കർത്താവ് നമ്മോട് കൈമാറാൻ ആഗ്രഹിക്കുന്ന ചില സന്ദേശമുണ്ട്. ആ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയട്ടെ. ആത്മാവ് നിറവിലെ മക്കൾക്ക് ജന്മം കൊടുക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശ്രമിക്കാം. സ്നേഹമുള്ളവരെ, കാനായിലെ കല്യാണ വിരുന്നിലെ മറിയം ചെയ്ത ഒരു വലിയ സത്യം, ആ കുടുംബത്തിൻ്റെ കണ്ണുനീര് കണ്ടു. അമ്മ പോയി മകനോട് പറഞ്ഞു, എന്താണെന്നറിയാം, ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, മകനെ അവർക്ക് വീഞ്ഞില്ല.
നമ്മുടെ ക്രൈസ്തവ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു കാഴ്ചപ്പാടാണ് എൻ്റെ സഹോദരന്റെ ദുഃഖം എന്നെ സ്വാധീനിക്കണം. മകനെ അവർക്ക് വീഞ്ഞില്ല. മറിയത്തിന് ഒരു കാര്യം ബോധ്യമായിരുന്നു, അവൻ ദൈവത്തിൻ്റെ മകനാണ്, അവനെ പ്രസവിച്ച അമ്മയാണ് ഞാൻ. അവരുടെ ദുഃഖം ഞാൻ പറഞ്ഞാലേ അവൻ ഇടപെടും. ഈശോ അമ്മയെ പരീക്ഷിക്കാൻ ഒരു ചോദ്യം ചോദിച്ചു, അമ്മേ എനിക്കും നിനക്കും എന്ത്? അമ്മ മറുപടി കൊടുത്തില്ല. എനിക്ക് തോന്നുന്ന അമ്മ നല്ല സമർത്ഥയാണ്. അമ്മ പരിചാരകരോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞോട്ടെ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ അവിടെ കൽഭരണികളിലെ വെള്ളം കോരി നിറച്ചു. കലവറ പ്രമാണി അത് രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇതുവരെ വിളമ്പിയ വീഞ്ഞല്ലല്ലോ, ഇത് മേൽത്തരമാണല്ലോ, ഇതെന്താ ഒളിച്ചു വെച്ചത്? എല്ലാവരും നല്ല വീഞ്ഞ് കൊടുത്ത് ലഹരി കയറുമ്പോഴാണ് താഴ്ന്ന തരം എടുക്കുക, നിങ്ങളിത് ഒളിച്ചു വെച്ചല്ലോ. ഉടനെ തന്നെ അവിടെ ഒരു മറുപടി എഴുതി വച്ചിട്ടുണ്ട്. നമ്മളെ കുറിച്ചാണ് ആ മറുപടി. വെള്ളം കോരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അതെവിടെ നിന്നാണെന്ന്. ഈ വെള്ളം കോരുന്ന പരിചാരകര്, വൈദികരെന്ന നിലയ്ക്ക് ഞാനും നിങ്ങളും, സന്യസ്തരെന്ന നിലയ്ക്ക് അവര്, അൽമായരെന്ന നിലയ്ക്ക് നിങ്ങള്, യുവജനങ്ങള്, വെള്ളം കോരി ഭരണികള് നിറയ്ക്കുന്ന പരിചാരകരുടെ റോള്, പരിചാരകരുടെ റോള്. അത് രുചിച്ചു നോക്കിയ കലവറ പ്രമാണി പറഞ്ഞു, ഇതുവരെ വിളമ്പിയ വീഞ്ഞിൽ വെച്ചിട്ട് വളരെ സുപ്പീരിയർ ക്വാളിറ്റിയാണ് ഇപ്പൊ രണ്ടാമത് വിളമ്പുന്നത്. അവിടെ ഒരു വാചകം പറയുന്നുണ്ട്, എനിക്കത് നിങ്ങളോട് ശ്രദ്ധാപൂർവം കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഈശോ ചെയ്ത അടയാളങ്ങളുടെ ആരംഭമാണ്. അടയാളങ്ങൾ അവസാനിച്ചിട്ടില്ല, അത് തുടരുന്നത് നമ്മളാണ്. അടയാളങ്ങൾ തുടരണം. ഈ തീർത്ഥാടനം ആ തുടർച്ചയ്ക്കുള്ള നമ്മുടെ ഒരു ശക്തി സംഭരണമാണ്. അടയാളങ്ങൾ തുടരണം. കണ്ണുനീരുള്ളിടത്ത്, സങ്കടമുള്ളിടത്ത്, നാണക്കേടുള്ളിടത്ത്, അപമാനം നഷ്ടപ്പെട്ടവരുടെ ഇടയിൽ ഞാനും നിങ്ങളും വെള്ളം കോരി ഭരണികൾ നിറയ്ക്കുന്ന പരിചാരകരായിട്ട് മാറണം. വെള്ളം കോരി നിറയ്ക്കുന്ന പരിചാരകര്. സ്നേഹമുള്ളവരെ, ഈ ജന്നത്തിരുനാളിന് ഒരുക്കമായിട്ടുള്ള 6-ാം ദിവസം നിങ്ങൾ നടത്തിയ ഈ വലിയ തീർത്ഥാടനം നിങ്ങളെ സംബന്ധിച്ച് നൽകുന്ന സന്ദേശം, നിങ്ങൾ കർത്താവിൻ്റെ തീർത്ഥാടനത്തിലെ തീർത്ഥാടകരാണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത് പിൽഗ്രിംസ് ഓഫ് ഹോപ്പ്, പ്രത്യാശയുടെ തീർത്ഥാടകരെ. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ധാരാളം പ്രതിസന്ധികളുണ്ട്. പക്ഷേ ഈ പ്രതിസന്ധികളുടെ നടുവിലൊന്നും തന്നെ ആയുധം താഴെ വെച്ചിട്ട് കൈകെട്ടിയിട്ട് എനിക്ക് പറ്റുകയില്ല എന്നല്ല പറയേണ്ടത്. നമ്മൾ യുദ്ധത്തിലെ മുന്നണി നിന്ന് കർത്താവിൻ്റെ ദൗത്യം തുടരണം. അതവൻ്റെ അടയാളങ്ങളുടെ ആരംഭമായിരുന്നു. അടയാളങ്ങൾ തുടരാൻ ഞാനും നിങ്ങളും കർത്താവിൻ്റെ കൈകളിലെ ഉപകരണങ്ങളാണെന്ന് തിരിച്ചറിവിൽ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. സ്നേഹമുള്ളവരെ, ഇങ്ങനെ ഒരു സന്ദർഭം എന്നെ ഓർത്തതിൽ ഞാൻ നന്ദി പറയുന്നു. പക്ഷേ ഞാൻ നിങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാൻ ഒറ്റ സന്ദേശമുള്ളൂ, നമ്മുടെ തീർത്ഥാടനം അവസാനിച്ചിട്ടില്ല. ഈ കുർബാന കഴിയുമ്പോൾ നമ്മുടെ തീർത്ഥാടനം അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. നമ്മുടെ തീർത്ഥാടനം തുടരുകയാണ്. ആ തീർത്ഥാടനം കർത്താവിൻ്റെ 2ാമത്തെ ആഗമനം വരെ തുടരാനായിട്ട് ഞാനും നിങ്ങളും കരം കോർക്കണം. ഞാനും നിങ്ങളും കഠിനാധ്വാനം ചെയ്യണം. ഞാനും നിങ്ങളും
പരസ്പരം സഹായിക്കുന്നവരാകണം. ശമയോനെ പോലെ, വെറോനിക്കായെ പോലെ, കല്ലറ കൊടുക്കാൻ മുന്നോട്ട് വന്ന നിക്കോദേമോസിനെ പോലെ, കല്ലറ തേടിപ്പോയ മഗ്ദലന മറിയത്തെ പോലെയും ഭക്തസ്ത്രീകളെ പോലെയും കർത്താവിൻ്റെ ദൗത്യം തുടർന്ന് പൂർത്തിയാക്കാൻ നമുക്ക് കരം കൊടുക്കാൻ കഴിയട്ടെ. അത് അവൻ്റെ ആദ്യത്തെ അടയാളമായിരുന്നു. അവൻ്റെ ആദ്യത്തെ അടയാളമായിരുന്നു. അടയാളം തുടരണം. അത് നമ്മിലൂടെ ഈ ലോകത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യം തുടരാൻ കാരണമാകട്ടെ. ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒരിക്കൽ കൂടെ ആശംസിക്കുകയാണ്. ധാരാളം ദൈവവിളികൾ നമ്മൾക്ക് വേണം. ഞാനിങ്ങനെ സിസ്റ്റർമാരുള്ളത് കൊണ്ട് പറയുകയാണ്. ഞാൻ ഈ അടുത്ത സിസ്റ്റർമാരുടെ ഒരു കണക്കൊന്നൊക്കെ എടുത്തു. എന്നെ അത്ഭുതപ്പെടുത്തി പോയി. 10 സിസ്റ്റർമാർ ഒരു കോൺഗ്രിഗേഷനിൽ മരിക്കുമ്പോൾ ഇൻടേക്ക് 2, 3, 4 10 പേര് മരിക്കുമ്പോൾ 4 പേര്, 3 പേര്, 2 പേരാണ് അവർക്ക് കിട്ടുന്നത്. വൈദിക ദൈവവിളികളും കുറഞ്ഞുവെന്ന് ഞാൻ പറയില്ല, പക്ഷെ ശുഭകരമല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കൂടെ ദൈവവിളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾ തേടണം. നമ്മുടെ കുടുംബങ്ങളിലെ പ്രാർത്ഥനകൾ, നമ്മുടെ കുടുംബങ്ങളിലെ സൽക്കർമ്മങ്ങൾ, ഇതൊക്കെ വഴി നമ്മുടെ മക്കളെ വൈദിക ജീവിതത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഞാൻ ദീർഘമായിട്ട് സംസാരിച്ചെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. ഞാൻ ഇത്രയൊന്നും ഇപ്പോൾ പറയാറില്ല. നിങ്ങളെന്നെ കേട്ടിരുന്നതിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് വേണ്ടി എന്ന് എനിക്കറിയാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ താഴ്മയോടുകൂടി ഞാൻ യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.